ദൈവനാമം മഹത്വപ്പെടട്ടെ. ഗലാത്യ ലേഖനത്തിലെ മുഖവര പോലെ വേദശാസ്ത്രപരമായി താൻ ആരെന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തീമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത് എന്ന ശാന്തഗംഭീരവും ആഴമായ ഗൗരവം ഉൾക്കൊള്ളുന്ന ഫിലിപ്പിയ ലേഖനത്തിൻ്റെ മുഖവരയിൽ ലേഖനത്തിൻ്റെ മുഴുവൻ സ്വഭാവവും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. പൗലോസും തീമോത്തിയോസും എന്ന പ്രയോഗം ഗ്രീക്ക് അഭിവാദന രീതിയുടെ ക്രിസ്തീയ ആവിഷ്കാരമാണ്. പൗലോസാണ് ലേഖനകർത്താവെങ്കിലും മകനെ തീമോത്തിയോസേ എന്ന് 1 തീമോത്തിയോസ് 1:18 പറയുന്നത് പോലെ പുത്രതുല്യം താൻ സ്നേഹിക്കുന്ന സഹപ്രവർത്തകനെയും തന്നോടൊപ്പം ചേർത്ത് പിടിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മാതൃക അപ്പോസ്തലൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ സഹായികളായ സഹപ്രവർത്തകരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുവാനുള്ള വിശാല മനസ്കത ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആദിപാഠമാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ രീതി തന്നെ 2 കൊരിന്ത്യർ, കൊലോസ്യർ, ഫിലമോനും 1-2 തെസ്സലോനിക്കർ എന്നീ പുസ്തകങ്ങളിലും ഉപയോഗിച്ച് കാണുന്നു. വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന അഭിവാദനമാണെങ്കിലും തൻ്റെ രക്ഷകനായ ക്രിസ്തുവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്ന ക്രിസ്തുവിലുള്ള ദാസന്മാർ, ക്രിസ്തുവിലുള്ള വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ നിന്നും പിതാവായ ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും എന്നിങ്ങനെ 3 ശൈലികൾ അതിൽ ഉൾപ്പെടുത്തുവാൻ അപ്പോസ്തലൻ ശ്രദ്ധിച്ചു. ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ എന്ന ആദ്യവാക്യത്തിൽ ദാസനെന്നും അടിമയെന്നും അർത്ഥമുള്ള ഡ്യൂളോസ് എന്ന ഗ്രീക്ക് പദമാണ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനും ശുശ്രൂഷകനും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരല്ല. വാക്കിലും എഴുത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഒരുപോലെ ക്രിസ്തുവിൻ്റെ ഉടമസ്ഥതയിലും അവിടുത്തെ ആശ്രയത്തിലും ഐക്യരൂപത്തിലും പ്രവർത്തിക്കേണ്ടവരാകുന്നു. സൃഷ്ടിതാവായ കർത്താവിന്, രക്ഷകനായ ക്രിസ്തുവിന്, പരിപാലകനും കാര്യസ്ഥനുമായ പരിശുദ്ധ റൂഹായിക്ക്, എന്നാൽ തൃത്വത്തിൽ ഏകത്വമായി പൂർണ്ണനായി സ്ഥിതി ചെയ്യുന്ന സർവസ്വവുമായ കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും വിധേയത്വവും സമർപ്പണവും ജീവിതത്തിൽ നാം പുലർത്തുകയും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആദിപാഠമായി നമ്മുടെ സഹായികളായ സഹപ്രവർത്തകരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുവാനുള്ള വിശാല മനസ്കത ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണമെന്നും ആമുഖവാക്യത്തിൽ കൂടി അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്താൽ ആരംഭിക്കപ്പെട്ട നല്ല കാര്യങ്ങൾ ദൈവം പൂർത്തിയാക്കുമെന്ന പ്രത്യാശയാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ. തടവറയിലായിരിക്കുമ്പോഴും തടവുകാരനായിരിക്കുമ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്നും പൗലോസ് തെളിയിക്കുന്നു. ക്രിസ്തീയ മൂല്യങ്ങൾ സ്വീകരിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിക്കുവാനും ദൈവമേ ഞങ്ങൾക്കും കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.